കോട്ടയം മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ കോട്ടയം നഗരസഭയുടെ തീരുമാനം. വിവിധ വിഭാഗങ്ങളിലായി 1000 മുതൽ 1500 രൂപ വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം. അതേസമയം സേവന മേഖലയായി നിലനിർത്തി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മുട്ടമ്പലം ശ്മശാനത്തിലാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനുള്ള ഫീസ് കുത്തനെ ഉയർത്തിയത്. BPL വിഭാഗത്തിന് 1500 രൂപ എന്നുള്ളത് 2500 രൂപയായും നഗരസഭാ പരിധിയിലുള്ള APL വിഭാഗത്തിന് 3000 രൂപയായിരുന്നത് 4500 രൂപയായും നഗരസഭാ പരിധിക്ക് പുറത്തുനിന്നുള്ളവർക്ക് 4500 രൂപയായിരുന്നത് 5000 രൂപയുമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നഗരസഭ ഭരണസമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഉൾപ്പെടെയുള്ള പ്രവർത്തന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതിനാലാണ് ഫീസ് പുതുക്കേണ്ടി വന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരണസമിതിയുടെ വിശദീകരണം. ഗ്യാസ് സിലിണ്ടറിന്റെ വില വളരെ കുറഞ്ഞിരുന്ന കാലത്ത് നിശ്ചയിച്ച നിരക്കാണ് ഇതുവരെ തുടർന്നിരുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ വിഷയത്തിൽ കടുത്ത വിയോജിപ്പുമായി LDFും BJPയും രംഗത്തെത്തി. നഗരത്തിലെ ഭൂരിപക്ഷം സാധാരണക്കാരും 1-2 സെന്റ് ഭൂമിയിലാണ് താമസിക്കുന്നത്. അവർ സംസ്കാരത്തിനായി സമീപിക്കുന്നത് നഗരസഭയുടെ മുട്ടമ്പലം ശ്മശാനമാണ്. മറ്റിടങ്ങളിൽ നിന്നും അജ്ഞാത മൃതദേഹങ്ങളും സംസ്കരിക്കാൻ ഇവിടെയാണ് എത്തിക്കുന്നത്. അതിനാൽ ഇതൊരു സേവന മേഖലയായി നിലനിർത്തി അവശ്യ സർവീസായി പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് ഒരു സേവന മേഖലയാണ്, ഒരു സർവീസ് ഓറിയൻറ്റഡാണ്. ഇത് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി അല്ലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സേവനം എന്ന നിലയ്ക്ക് മാത്രമേ ഈ ശ്മശാനത്തെ കാണാൻ പറ്റുള്ളൂ. അവിടെ ഒരു ലാഭമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അതിന് വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ കോട്ടയം നഗരസഭയ്ക്ക് ലാഭം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇവിടുത്തെ കോട്ടയം പട്ടണത്തിൽ കൊടുക്കാനുള്ള നികുതി കുടിശ്ശികക്കാരുടെ പിടിച്ചെടുത്താൽ പ്രൊഫഷണൽ ടാക്സ് അങ്ങനെ വിവിധ കടമുറികൾ കൊടുത്തതിൻ്റെ വാടക ഈടാക്കുകയാണെങ്കിൽ എത്രയോ കോടിക്കണക്കിന് രൂപ കോട്ടയം നഗരസഭയ്ക്ക് കിട്ടും. ഭരണപക്ഷ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ശ്മശാന സേവനത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കാണുന്നത് ശരിയല്ലെന്നും സാധാരണക്കാരെ സാമ്പത്തിക ഭാരത്തിലാക്കുന്ന തീരുമാനം നഗരസഭ പുനഃപരിശോധിക്കണമെന്നും BJPയും ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഫാത്തിമാപുരം, പടവാതൂർ എന്നിവിടങ്ങളിലാണ് സമീപത്തായി മറ്റ് പൊതുശ്മശാനങ്ങൾ ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ഫീസ് ഉയർത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ നഗരസഭാ കൗൺസിലിന് അകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം.